ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ രാത്രിയിൽ OTTയിൽ റിലീസായ റോസ്ലിൻ എന്ന് പറഞ്ഞ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയിൽ അതിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു കല്ലുകടി ഫീൽ ചെയ്തു. അത് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾ ചോദിക്കും ഒരു എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം പറയാമോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു ക്യാരക്ടറിനെ നമ്മളെല്ലാ സിനിമയിലും ഓരോ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ ഓരോ സീൻ കാണിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ മിക്ക ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്താണ്, അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കാണിച്ച് ഒരു ക്യാരക്ടർ ഡെവലപ്പ് ആകുകയില്ല. അതിൽ ഈ മീന ചേച്ചി ചെയ്യുന്ന കഥാപാത്രം, അമ്മ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ള പുള്ളിക്കാരുടെ ഒരു കഥാപാത്രം വന്ന് നിൽക്കുന്നു, അത്ര നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒരു പുതിയ സിനിമയാണെന്ന് പോലും പുള്ളിക്കാരി കാണാൻ നമുക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവരും അവരുടെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അതിൽ കൊച്ചുകുട്ടിയായിട്ട് ചെയ്യുന്ന കുട്ടി പോലും ആ മൂഡ് പിടിച്ചാണ് പോകുന്നത്. നമുക്ക് ശരിക്കും അവരുടെ ലൈഫിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് കൊച്ചൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി മാത്രമുണ്ടല്ലോ, ദൃശ്യത്തിൽ നിന്ന് വന്നതാണോ അതോ ആ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ ആ സിനിമയിൽ നിന്ന് വന്നതാണോ നടത്തില്ല, സെയിം സാധനം, സെയിം മേക്കപ്പ്, സെയിം ഡ്രസ്സിങ്. ഇടയ്ക്ക് പുള്ളിക്കാരി സന്തോഷം കാണുമ്പോൾ ബ്രോഡാഡിയിലെ ക്യാരക്ടർ ഓർമ്മ വരും. അതായത് പുള്ളിക്കാരി തന്നെ പറഞ്ഞത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. സ്ട്രോങ് ലേഡീസ് എന്ന് പറഞ്ഞാലും, എത്ര സ്ട്രോങ് ലേഡി ആയിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാലും, ഈ സിനിമ ഒരു ഡാർക്ക് മൂടി പോകുന്ന സിനിമയാണ്. ആ ഷെയ്ഡ് പിടിച്ച് വേണം പോവാൻ. അതുമല്ല, ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊരു വലിയ ഇൻസിഡൻറ്റ്, ഒരു വിഷമിക്കുന്ന, ഞാനത് പറയാത്തത് ഇത് സ്പോയിലർ ആവുന്നതുകൊണ്ടാണ്, വിഷമിപ്പിക്കുന്ന ഇൻസിഡൻറ്റിൽ നിന്ന് വന്നതാണ് തോന്നത്തേയില്ല. വീട്ടിൽ കൂടെ നടക്കുമ്പോഴും ഐലൈനറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു അപ്പിയറൻസ്. അവർ എല്ലാ സിനിമയിലും അങ്ങനെയാണല്ലോ. കാരണം ദൃശ്യത്തിൽ തന്നെ അവർ നാട്ടിൻപുറത്തുകാരിയായ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയുടെ കഥാപാത്രം ചെയ്യുമ്പോഴും വെൽ ഡ്രസ്ഡ് ആയിട്ട് വീട്ടിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്നത്, അത് പുള്ളിക്കാരിക്ക് അങ്ങനെ അല്ലാതെ അപ്പിയർ ചെയ്യാൻ ഇഷ്ടമല്ലെന്നുള്ളത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ഇത്, ട്രോമറ്റൈസ്ഡ് ആയിട്ട് എപ്പോഴും വിഷമിച്ച് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു അമ്മ. ഞാനത് അന്ന് അവരുടെ വീട്ടിലെ പ്രശ്നം മൊത്തം പറഞ്ഞത് സ്പോയിലർ ആകുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു അമ്മ കഥാപാത്രത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു പെയിൻ ഉണ്ടായിരിക്കും. എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അവരുടെ മുഖത്ത് പെയിൻ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ആശാ ശരത്ത് അങ്ങനെയുള്ള കഥാപാത്രം ചെയ്യാൻ കുറച്ചുകൂടെ മികവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ടെൻഷനും ഇതൊക്കെ കാണിക്കാനായിട്ട് ഇവർക്ക് ഒരു പ്രശ്നമില്ലാത്ത പോലെ ഇവർ ഇതിനകത്ത് പെരുമാറുന്നു. ഇവരുടെ വീട്ടിലൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ടും. അതുപോലെ തന്നെ സ്വന്തം കുട്ടിയുടെ പിന്നെ ഒരു അസുഖത്തെക്കുറിച്ച് കൂട്ടുകാരിയോട് പറയുന്നതുണ്ടല്ലോ, ചിരിച്ചുകൊണ്ട്. അതായത് സ്വന്തം കുട്ടി ഒരു അസുഖത്തിൻ്റെ സിംറ്റം അല്ലെങ്കിൽ ആ കുട്ടിയുടെ അസ്വസ്ഥത കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ. അത് പറയുമ്പോൾ പോലും പുള്ളിക്കാരി ചിരിച്ച് രസിച്ചാണ് പറയുന്നത്. പുള്ളിക്കാരുടെ ആരോ പറഞ്ഞിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് വളരെ വിഷമമുള്ള ഘട്ടത്തിലും ചിരിച്ച് നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ ചിരിച്ചുകൊണ്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈ സിനിമ തുടക്കം മുതലേ നല്ല സസ്പെൻസ് ത്രില്ലറാണ്. നമ്മളെ അങ്ങനെ ഇരുത്തി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവരൊരു ഭയങ്കര കല്ലുകടിയാണ്. ദയവ് ചെയ്ത് അടുത്ത ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എത്രയോ നല്ല നടിമാർ വേറെ ഉണ്ട്. ഇവർ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് പിന്നെ വീട്ടമ്മ കഥാപാത്രം ചെയ്യാനേ ഇവരെ കൊണ്ട് പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഡബ്ബിങ് ചെയ്തത് വേറൊരാളാണ്. ആ ഡബ്ബിങ് ചെയ്തേക്കുന്ന ആളുടെ സൗണ്ട് പോലും ഈ ഒരു പിന്നെ മൂവിയുമായിട്ട് ഇഴുകി ചേരുന്ന തരത്തിലുള്ള സൗണ്ട്. സാധാരണ പുള്ളിക്കാരിക്ക് സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ് ഡബ് ചെയ്യാറ്. പക്ഷെ ഇതിനകത്ത് വ്യത്യസ്തമായൊരു ഡബ്ബിങ് സൗണ്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അവർക്ക് പോലും ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പുള്ളിക്കാരി വളരെ ഹാപ്പി ആയിട്ടാണ് പെരുമാറുന്നത്. വളരെ നോർമൽ, സെയിം ദൃശ്യത്തിൻ്റെ സെറ്റിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഒരു ആള്. ഈ മൂവിയുടെ ഫുൾ റിവ്യൂ ഞാൻ ഇന്ന് ഫുൾ മൂവി കണ്ടതിന് ശേഷം ഇടുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.